നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശസ്തമായ ബേബി പൗഡർ ഇന്ന് ആ ബേബി പൗഡർ ബ്രാൻഡ് ഒരു വലിയൊരു നിയമ പോരാട്ടത്തിലാണ്. ഏകദേശം 550 കോടി US$ നഷ്ടപരിഹാരമാണ് കോടതി അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് വിധിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിലേക്ക് വഴിവെച്ച കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഉണ്ടായ ഓവറേയും ക്യാൻസർ തന്നെയാണ്. ഏകദേശം 70,000 ആൾക്കാരുടെ നിയമ പോരാട്ടത്തിനും ഒരുപാട് വർഷങ്ങളുടെ പരിശ്രമത്തിനും ഒടുവിലാണ് ഈ ഒരു വിധിയിലേക്ക് ഫൈനലി കോടതി എത്തിയിരിക്കുന്നത്. സോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ പ്രായം മുതൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ചെറിയ പ്രൊഡക്ട്സ് മുതൽ ഏറ്റവും വലിയ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അത് എത്രത്തോളം ബ്രാൻഡഡ് ആയിക്കോട്ടെ, അതിന്റെ പ്രൈസ് കാറ്റഗറി എത്രത്തോളം മാറിക്കൊണ്ടിരുന്നോട്ടെ, ഇതൊന്നുമല്ല നമ്മൾ കെയർ ചെയ്യണ്ടേ. എന്താണോ നമ്മൾ കൊടുക്കേണ്ടത്, അതായത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുക. ഇത് നിങ്ങൾ പാരന്റ്സിനോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രാൻഡിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അതിനുശേഷം വേണം നമ്മൾ നമ്മുടെ കുട്ടികൾക്കായാലും മറ്റുള്ളവർക്കാണെങ്കിൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഫോർ ടുഡേ ആൻഡ് ഇറ്റ്സ് മീ അരുൺ സൈനിങ് ഓഫ്. താങ്ക് യു.